ഹലോ, വെൽക്കം ടു മൈ അക്കൗണ്ടിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടു സൈഡഡ് എറേഴ്സിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വൺ സൈഡഡ് എറേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതായത് ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്ന എറേഴ്സ്, അത് സസ്പെൻസ് അക്കൗണ്ടിലൂടെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ ടു സൈഡഡ് എറേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യാത്ത എറേഴ്സിനെ കുറിച്ചിട്ട്. അങ്ങനെയുള്ള എറേഴ്സ് വന്നാലും ട്രയൽ ബാലൻസ് എപ്പോഴും ടാലി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ സസ്പെൻസ് അക്കൗണ്ട് വരുന്ന ഏതെങ്കിലും കേസ് വരികയാണെങ്കിൽ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ മെയിൻലി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ചാപ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് തരത്തിൽ വരാൻ ചാൻസ് ഉള്ള എറേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ടു സൈഡഡ് എറേഴ്സ് ഞാൻ 2 വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. ടു സൈഡഡ് എറേഴ്സ് എന്താണെന്ന് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ടു സൈഡഡ് എറേഴ്സ് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. എന്താണ് ടു സൈഡഡ് എറേഴ്സ്? നമ്മുടെ ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യാത്ത എറേഴ്സിനാണ് നമ്മൾ ടു സൈഡഡ് എറേഴ്സ് എന്ന് പറയാം. ഈ എറേഴ്സ് ഒന്നിൽ കൂടുതൽ ലെജർ അക്കൗണ്ട്സിനെ എഫക്റ്റ് ചെയ്യും. കാരണം ഡെബിറ്റ് ആസ്പെക്റ്റിലും മിസ്റ്റേക്ക് വരുന്നുണ്ട്, ക്രെഡിറ്റ് ആസ്പെക്റ്റിലും മിസ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡെബിറ്റിൽ വരുന്ന അക്കൗണ്ടിനെ അത് എഫക്റ്റ് ചെയ്യും, ക്രെഡിറ്റിൽ വരുന്ന അക്കൗണ്ടിനെയും അത് എഫക്റ്റ് ചെയ്യും. ഇതിൻ്റെ എക്സാമ്പിൾ എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പൽ, കോമ്പൻസേറ്ററി എറേഴ്സ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാറ്റഗറിയിൽ വരുന്ന എറേഴ്സ് അധികവും ടു സൈഡഡ് എറേഴ്സ് ആയിരിക്കും. ഈ കാറ്റഗറിയിൽ വരാത്ത എറേഴ്സ് അധികവും എന്തായിരിക്കും? വൺ സൈഡഡ് എറേഴ്സ് ആയിരിക്കും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ക്രെഡിറ്റ് സെയിൽസ് ടു മിസ്റ്റർ എ 10,000 rupees നോട്ട് റെക്കോർഡഡ് ഇൻ ബുക്സ്. നമ്മൾ തീരെ റെക്കോർഡ് ചെയ്തില്ല, എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷനാണ്. അപ്പോൾ ഇതിനുള്ള റെക്ടിഫിക്കേഷൻ എൻട്രി എന്താണ്? ഒന്നുമില്ല, നമ്മൾ ആ എൻട്രി നോർമൽ എൻട്രി പാസ് ചെയ്താൽ മതി. മിസ്റ്റർ എ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് 10,000. കാരണം നമ്മൾ ഈ എൻട്രി തീരെ റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ ആ എറർ റെക്ടിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ എൻട്രി റെക്കോർഡ് ചെയ്താൽ മതി. ഈ എൻട്രി നമ്മൾ അഥവാ 10,000 പകരം 1,000 rupees ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ക്രെഡിറ്റ് സെയിൽസ് ടു മിസ്റ്റർ എ 10,000 റെക്കോർഡഡ് ആസ് 1,000. അപ്പോൾ നമ്മൾ എന്ത് എൻട്രിയാണ് പാസ് ചെയ്യുക? റെക്ടിഫിക്കേഷന്. മിസ്റ്റർ എ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഇതേ ജേർണൽ എൻട്രിയിൽ എമൗണ്ട് 9,000. കാരണം നമ്മൾ 1,000 ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തു. ഇനി 9,000 കൂടെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എത്രയായി? 10,000 rupees ആയി. റെക്കോർഡഡ് ആസ് 20,000. ക്രെഡിറ്റ് സെയിൽസ് 10,000 rupees ഉള്ളത് നമ്മൾ 20,000 റെക്കോർഡ് ചെയ്തു. മിസ്റ്റർ എ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് 20,000 ആണ് എഴുതിയത്. ഇത് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ ഒരു റിവേഴ്സ് എൻട്രി പാസ് ചെയ്താൽ മതി. റിവേഴ്സ് എൻട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു മിസ്റ്റർ എ അക്കൗണ്ട് 10,000. അപ്പോൾ ഇവിടെ മിസ്റ്റർ എനെ നമ്മൾ ആദ്യം 20,000 rupees ഡെബിറ്റ് ചെയ്തു. മിസ്റ്റർ എനെ എന്നിട്ട് റെക്ടിഫിക്കേഷൻ എൻട്രിയിൽ 10,000 rupees ക്രെഡിറ്റ് ചെയ്തു. ഇപ്പോൾ നെറ്റ് എഫക്റ്റ് എന്തായി? മിസ്റ്റർ എൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് 10,000 rupees. അതുപോലെ തന്നെ സെയിൽസ് അക്കൗണ്ടും റെക്ടിഫിക്കേഷൻ എൻട്രി വന്നിട്ടുള്ളത് സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു മിസ്റ്റർ എ അക്കൗണ്ട് 10,000. നോട്ട് പോസ്റ്റഡ് ടു മിസ്റ്റർ എസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്തു, മിസ്റ്റർ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തില്ല. ഇത് സസ്പെൻസ് അക്കൗണ്ടിലൂടെ റെക്ടിഫൈ ചെയ്യേണ്ട എററാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ എ ഒരു ഡെപ്റ്റർ ആയതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മിസ്റ്റർ എ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. സസ്പെൻസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യും. മിസ്റ്റർ എ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. സെയിൽസിൽ നമ്മൾ ആദ്യമേ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോട്ട് പോസ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ് വരേണ്ട ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യും, സസ്പെൻസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യും. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് 10,000 rupees. പോസ്റ്റഡ് ടു മിസ്റ്റർ എസ് അക്കൗണ്ട് ആസ് 1,000. മിസ്റ്റർ എ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ടിന് നമ്മൾ എഴുതിയിട്ട് 10,000 rupees എന്ന് എഴുതും. സെയിൽസ് അക്കൗണ്ടിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്തു. മിസ്റ്റർ എൻ്റെ അക്കൗണ്ടിലേക്ക് 1,000 പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയും സെയിൽസ് അക്കൗണ്ട് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ എററും നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിലൂടെയാണ് റെക്ടിഫൈ ചെയ്യുക. മിസ്റ്റർ എ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് 9,000. മിസ്റ്റർ എൻ്റെ അക്കൗണ്ടിൽ 1,000 ഡെബിറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി വരേണ്ട ഡെബിറ്റ് എത്രയാണ്? 9,000 കൂടിയാണ് ഡെബിറ്റ് വരേണ്ടത്. അതുകൊണ്ട് മിസ്റ്റർ എ അക്കൗണ്ട് ഡെപ്റ്റർ 9,000 ടു സസ്പെൻസ് അക്കൗണ്ട് 9,000. പോസ്റ്റഡ് ടു മിസ്റ്റർ എസ് അക്കൗണ്ട് ആസ് 20,000. സെയിൽസ് അക്കൗണ്ടിൽ കറക്റ്റായിട്ട് 10,000 തന്നെ പോസ്റ്റ് ചെയ്തു. പക്ഷേ മിസ്റ്റർ എൻ്റെ അക്കൗണ്ടിൽ 20,000 പോസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിസ്റ്റർ എൻ്റെ അക്കൗണ്ടിന് ഓപ്പോസിറ്റ് എഫക്റ്റ് കൊടുക്കണം. മിസ്റ്റർ എൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം 10,000 rupees.
ഡെബിറ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു മിസ്റ്റർ എ അക്കൗണ്ട് 10,000 റുപ്പീസ്. അപ്പോൾ മിസ്റ്റർ എയുടെ അക്കൗണ്ടിൽ ആദ്യം നമ്മൾ ഡെബിറ്റ് 20,000 കൊടുത്തു, പിന്നെ ക്രെഡിറ്റ് 10,000 കൊടുത്തു. അപ്പോൾ നെറ്റ് എഫക്റ്റ് 10,000 ഡെബിറ്റ് തന്നെയാണ്. സെയിൽസ് അക്കൗണ്ടിൽ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് ആ അക്കൗണ്ടിന് ഇവിടെ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പോസ്റ്റ് ടു മിസ്റ്റർ ബീസ് അക്കൗണ്ട്. മിസ്റ്റർ ബി അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ടിയിരുന്ന ജേണൽ എൻട്രി എന്താണ്? മിസ്റ്റർ എ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. അപ്പം മിസ്റ്റർ ബീനെ നമ്മൾ തെറ്റായിട്ട് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ആ എഫക്റ്റ് ഇല്ലാതാക്കണമെങ്കിൽ മിസ്റ്റർ ബീനെ എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്താൽ മതി. മിസ്റ്റർ എനെ ഡെബിറ്റ് ചെയ്യേണ്ടിയിരുന്നു, പക്ഷെ നമ്മൾ ചെയ്തില്ല. അതുകൊണ്ട് മിസ്റ്റർ എനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. മിസ്റ്റർ എ അക്കൗണ്ട് ഡെറ്റർ ടു ബി അക്കൗണ്ട്. അപ്പോൾ എന്താണ് ആ എറർ അവിടെ റെക്ടിഫൈ ആയി. മിസ്റ്റർ എ അക്കൗണ്ട് ഡെറ്റർ ടു ബി അക്കൗണ്ട് 10,000 റുപ്പീസ്. പോസ്റ്റഡ് ടു മിസ്റ്റർ എസ് അക്കൗണ്ട് ഓൺ ക്രെഡിറ്റ് സൈഡ്. മിസ്റ്റർ എ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ജേണൽ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ മിസ്റ്റർ എൻ്റെ അക്കൗണ്ടിൽ സെയിൽസ് എവിടെയാണ് വരിക? ഡെബിറ്റ് സൈഡിലാണ് വരിക. മിസ്റ്റർ എ ഡെപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ബാലൻസ് ഉള്ള ഐറ്റം ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിലാണ് സെയിൽസ് വരിക. പക്ഷെ നമ്മൾ എവിടെയാണ് എഴുതിയത്? ക്രെഡിറ്റ് സൈഡിൽ എഴുതിപ്പോയി. അപ്പോൾ ഈ മിസ്റ്റേക്ക് നമ്മൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യും? നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയ എൻ്റെ അക്കൗണ്ടിൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയ എമൗണ്ടിനെ നമുക്ക് റിവേഴ്സ് ചെയ്യണം. അപ്പം മിസ്റ്റർ എക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഡെബിറ്റ് കൊടുത്താൽ മതി. മിസ്റ്റർ ബി എനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്, ക്രെഡിറ്റ് ബാലൻസ് കൊടുത്തതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ഡെബിറ്റ് ചെയ്യുകയും വേണം. അതിൻ്റെ കൂടെ തന്നെ മിസ്റ്റർ എൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ 10,000 വരികയും വേണം. ഇങ്ങനെയാണ് നമ്മൾ ഈ എൻട്രി റെക്ടിഫൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോർമലി ആലോചിക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്ത ഒരു ഐറ്റത്തിന് ഡെബിറ്റ് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് എഫക്റ്റ് കൊടുത്താൽ മതി. ക്രെഡിറ്റ് ചെയ്തു പോയി 10,000 എൻ്റെ അക്കൗണ്ടിൽ, അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ആ എഫക്റ്റ് ഇല്ലാതാക്കണം. അപ്പം മിസ്റ്റർ എൻ്റെ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ മിസ്റ്റർ എൻ്റെ അക്കൗണ്ടിൽ നമുക്ക് ഡെബിറ്റ് എഫക്റ്റ് വരികയും വേണം. അപ്പോൾ ടോട്ടൽ മിസ്റ്റർ എൻ്റെ അക്കൗണ്ടിൽ 20,000 ഡെബിറ്റ് ചെയ്താൽ മതി. മിസ്റ്റർ എ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? വീണ്ടും മിസ്റ്റർ എൻ്റെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മിസ്റ്റർ എൻ്റെ അക്കൗണ്ടിൽ നമ്മൾ ആദ്യം കാണിച്ചു തരുന്ന സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ 10,000 ഉണ്ടാവും, സസ്പെൻസ് അക്കൗണ്ട് 20,000 ഡെബിറ്റ് സൈഡിലുണ്ടാവും. ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് ഡെബിറ്റ് സൈഡിൽ മിസ്റ്റർ എക്ക് 10,000 റുപ്പീസ് ബാലൻസ് വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. മിസ്റ്റർ എൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ 10,000 റുപ്പീസ് ഉണ്ടായിരിക്കണം. നമ്മൾ അതിന് പകരം ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് അക്കൗണ്ട് 10,000 ആണ് കൊടുത്തത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നെറ്റ് ബാലൻസ് 10,000 ഉണ്ടായിരിക്കണമെങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് എത്ര വരണം? 20,000 വരണം. മിസ്റ്റർ എ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ മാത്രമേ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിസ്റ്റർ എൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ 10,000 റുപ്പീസ് ബാലൻസ് വരുള്ളൂ. പോസ്റ്റഡ് ടു മിസ്റ്റർ ബീസ് അക്കൗണ്ട് ഓൺ ക്രെഡിറ്റ് സൈഡ്. മിസ്റ്റർ ബീൻ്റെ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തു. മിസ്റ്റർ എൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യേണ്ട ഐറ്റം മിസ്റ്റർ ബീൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ മിസ്റ്റർ ബീൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആ എഫക്റ്റ് ഇല്ലാതാക്കണമെങ്കിൽ മിസ്റ്റർ ബീനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. മിസ്റ്റർ എൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യേണ്ട ഐറ്റം ആയിരുന്നു, പക്ഷെ നമ്മൾ മിസ്റ്റർ എൻ്റെ അക്കൗണ്ടിൽ എഴുതിയിട്ടേ ഇല്ല. അപ്പോൾ മിസ്റ്റർ എനെ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്യണം. മിസ്റ്റർ ബി ആദ്യം ക്രെഡിറ്റ് ചെയ്തു പോയി അറിയാതെ, ആ എഫക്റ്റ് ഇല്ലാതാക്കാൻ മിസ്റ്റർ ബീനെയും ഡെബിറ്റ് ചെയ്യണം. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ക്രെഡിറ്റ് എന്തിനു കൊടുക്കും? സസ്പെൻസ് അക്കൗണ്ടിന്. കാരണം സെയിൽസ് ഈ കേസിലൊക്കെ സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റെക്ടിഫിക്കേഷൻ എൻട്രി വരിക മിസ്റ്റർ എ അക്കൗണ്ട് ഡെറ്റർ മിസ്റ്റർ ബി അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. പോസ്റ്റഡ് ആസ് ക്രെഡിറ്റ് പർച്ചേസസ്. മിസ്റ്റർ എ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ടിന് എഴുതേണ്ട എൻട്രി നമ്മൾ എഴുതിയത് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു മിസ്റ്റർ എ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ റെക്ടിഫിക്കേഷൻ എൻട്രി എന്താ വരിക? പർച്ചേസസ് അക്കൗണ്ടിന് നമ്മൾ തെറ്റായിട്ട് ഡെബിറ്റ് ചെയ്തു. ആ എഫക്റ്റ് ഇല്ലാണ്ടാക്കണമെങ്കിൽ പർച്ചേസ് അക്കൗണ്ടിന് എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്യണം. സെയിൽസിന് ക്രെഡിറ്റ് ചെയ്യണം, പക്ഷെ നമ്മൾ സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ സെയിൽസിനെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. മിസ്റ്റർ എ ഡെബിറ്റ് ബാലൻസ് 10,000 കൊടുക്കണം, പക്ഷെ നമ്മൾ എന്താ ചെയ്തത്? ക്രെഡിറ്റ് ബാലൻസ് 10,000 ആണ് കൊടുത്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ക്രെഡിറ്റിലുള്ള 10,000 റിവേഴ്സ് ചെയ്യും വേണം, ഡെബിറ്റിൽ 10,000 വരും വേണം. അപ്പോൾ മിസ്റ്റർ എക്ക് ഡെബിറ്റിൽ എന്ത് ചെയ്താൽ മതി? ഡബിൾ എമൗണ്ട് എഴുതിയാൽ മതി. മിസ്റ്റർ എ അക്കൗണ്ട് ഡെറ്റർ 20,000 ടു സെയിൽസ് അക്കൗണ്ട് ടു പർച്ചേസസ് അക്കൗണ്ട്. ഇതാണ് റെക്ടിഫിക്കേഷൻ എൻട്രി വരിക. ക്യാഷ് സെയിൽസ് 2,000 റുപ്പീസ് ഷോൺ ആസ് കമ്മീഷൻ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസിന് എഴുതുന്നതിന് പകരം ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ അക്കൗണ്ട് എന്ന് എഴുതി. കമ്മീഷനെ നമ്മൾ തെറ്റായിട്ട് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ കമ്മീഷൻ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്യുക. സെയിൽസ് ക്രെഡിറ്റ് ചെയ്യേണ്ടതായിരുന്നു, ക്രെഡിറ്റ് ചെയ്തില്ല. അപ്പോൾ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുക. കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് 2,000 റുപ്പീസിന്
റെക്ടിഫിക്കേഷൻ എൻട്രി വരും. മെഷീനറി ബോട്ട് 50,000 ഷോൺ ആസ് പർച്ചേസസ്. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ടിന് എഴുതുന്നതിന് പകരം പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ടിന് എഴുതി. മെഷീനറി വാങ്ങിയത് പർച്ചേസ് ആയിട്ട് കാണിച്ചു. എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇത് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ എറർ റെക്ടിഫൈ ചെയ്യണമെങ്കിൽ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടതായിരുന്നു, ചെയ്തില്ല. അപ്പോൾ മെഷീനറി അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യാം. പർച്ചേസസ് അക്കൗണ്ട് തെറ്റായിട്ട് ഡെബിറ്റ് ചെയ്തതാണ്. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യാം. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് അക്കൗണ്ട് 50,000. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുറച്ച് എക്സാമ്പിൾസ്, 2 സൈഡഡ് എറേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യാതെ തന്നെ അക്കൗണ്ടിങ്ങിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് എറേഴ്സ് നമ്മളിന്ന് കണ്ടു. അതിൻ്റെയൊക്കെ കുറച്ച് എക്സാമ്പിൾസ് കണ്ടു. ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് ഒന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കുറച്ച് അടുത്ത വീഡിയോയിലും കൂടി ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്